everyone, welcome back to my live video. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അതായത് ഇതുപോലെയുള്ള ഫാഷൻ ഫിഗർ അതായത് ക്രോക്കി എങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് ക്രോക്കി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം പറഞ്ഞുതരാം. ക്രോക്കി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഫാഷൻ ഡിസൈനേഴ്സ് ഫാഷൻ ഫിഗേഴ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെംപ്ലേറ്റിനെയാണ് ക്രോക്കി എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ അതായത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഹ്യൂമൻ ഫിഗേഴ്സ് വളരെ ബാലൻസ് ചെയ്തുകൊണ്ട് അതായത് നമ്മൾ നോർമലി വരയ്ക്കുന്ന സമയത്ത് എന്താണ് നമ്മളിപ്പോൾ വെറുതെ ഒന്ന് സ്കെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഹെഡ് വലുതാവും, കൈ വലുതാവും, കാല് വലുതാവും, ഇങ്ങനെ പല പ്രൊപ്പോർഷനിലായിട്ടായിരിക്കും നമുക്ക് വരയ്ക്കാൻ പറ്റുക. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് എങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് ഒരു ഹ്യൂമൻ ബോഡി വരച്ചെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്രോക്കിയിൽ പറയുന്നത്. അതിന് ഉള്ള ഒരു ടെംപ്ലേറ്റ് ആണ് ക്രോക്കി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരുപാട് മെത്തേഡ്സിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിൽ ബേസിക് ആയിട്ട് വരുന്നത് അതായത് 8 ഹെഡ് ക്രോക്കി, 10 ഹെഡ് ക്രോക്കി, പിന്നെ 12 ഹെഡ് ക്രോക്കി, ഇങ്ങനെ ഒരുപാട് ഡിഫറെന്റ് വേരിയേഷൻസിൽ ഈ ഒരു ക്രോക്കി വരയ്ക്കുന്നുണ്ട്. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് അതായത് ബേസിക് ആയിട്ട് വരുന്നത് 8 ഹെഡ് ക്രോക്കിയാണ് വരുന്നത്. 8 ഹെഡ് ക്രോക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഹ്യൂമൻ ബോഡി എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു മനുഷ്യന്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മളെ ഹെഡിന്റെ ഹൈറ്റിന്റെ 8 ഇരട്ടി ആയിരിക്കും എന്നാണ് ഈ ഒരു 8 ഹെഡ് തിയറി പ്രകാരം പറയുന്നത്. അപ്പോൾ ആ ഒരു തിയറി ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫാഷൻ ഫിഗർ അതായത് ക്രോക്കി വരയ്ക്കുന്നത്. അപ്പോൾ അതിന്റെ കുറച്ച് എങ്ങനെയാണ് അതിന്റെ മെഷർമെന്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് ഞാൻ FDGT അതായത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജിയുടെ സിലബസിന്റെ ബേസിലാണ് വരയ്ക്കുന്നത്. പല രീതിയിൽ ഓരോ ഡിസൈനേഴ്സ് ഫാഷൻ ഡിസൈനേഴ്സ് പല സിലബസിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ പറയുന്ന മെഷർമെന്റ്സ് FDGTന്റെ സിലബസ് ബേസ് ചെയ്തുകൊണ്ടുള്ള മെഷർമെന്റ്സ് ആണ് പറയുന്നത് കേട്ടോ. പല ബുക്കിലും പല മെഷർമെന്റ്സും കാണാറുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഓക്കെ, നമുക്ക് അതിന്റെ മെഷർമെന്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ എടുക്കുന്നത്, എങ്ങനെയാണ് ഒരു ക്രോക്കി ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുക എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സ്കെയിൽ എടുക്കുക. സ്കെയിലെടുത്തിട്ട് ആദ്യം ഒരു ലൈന് വരയ്ക്കുക. നോർമൽ ഒരു പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം ഒരു ലൈന് വരയ്ക്കുക. അതുപോലെ ഇതിലിപ്പോൾ ഞാൻ എന്തൊക്കെ മെഷർമെന്റ്സ് ആണ് എടുക്കുന്നത് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. അതായത് നമ്മൾ ഒരു ഹെഡ് എന്ന് പറയുന്നത് 1.25 ഇഞ്ചാണ് അതിന്റെ മെഷർമെന്റ് എടുക്കുന്നത്. ഒരു ഹെഡിന്റെ മെഷർമെന്റ് എടുക്കുന്നത് 1.25 ഇഞ്ചിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 8 ഹെഡ് ക്രോക്കിയാണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് 1.25 ഇഞ്ചിന്റെ 1.25 ഇഞ്ച് 8 ഭാഗങ്ങളായിട്ട് വരച്ചെടുക്കാം. 2 1 2 3 4 എല്ലായിടത്തും 1.25 ഇഞ്ച് വരണം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അതായത് 8 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യാം. 1.25 ഉള്ള 8 പോർഷൻസ് വരയ്ക്കുക. അതിൽ ഫസ്റ്റത്തെ പോർഷന് വരുന്നത് ഹെഡിന്റെ പോർഷനാണ്. ഞാൻ ഒന്നുകൂടെ ഇവിടേക്ക് ഈ ഒരു അളവ് കറക്റ്റ് ഒന്നുകൂടെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മെഷർമെന്റ് ഇതിലേക്ക് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് ഇവിടെ ഞാൻ മെഷർമെന്റ്സ് എന്തൊക്കെയാണ് വരുന്നത്, എങ്ങോട്ടൊക്കെയാണ് അതിന്റെ ഡയറക്ഷൻ പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ലൈനിൽ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഈ ഒരു ഇപ്പൊ സെക്കൻഡ് വരച്ച ഈ ഒരു ലൈനിൽ ബ്ലോക്ക് ഫിഗർ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കാന്നാണ് കാണിക്കുന്നത്.
ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റത്തെ പറഞ്ഞല്ലോ, ഫസ്റ്റത്തെ ഈ ഒരു പോർഷനിലാണ് ഹെഡിൻ്റെ പോർഷൻ വരുന്നത്. ഹെഡ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മളിതാ ഇഞ്ചാണ് എടുക്കുന്നത്. ഇഞ്ചിൻ്റെ സൈഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഹെഡിൻ്റെ പോർഷന് ഒരു സൈഡിലേക്ക് നമ്മൾ ഈ ഒരു ലൈന് സെൻറ്റർ പോർഷൻ ആക്കിയിട്ട് അതിൻ്റെ രണ്ട് സൈഡിലേക്കും ഹെഡിൻ്റെ പോർഷന് വേണ്ടിയിട്ട്, ഹെഡ് വരയ്ക്കാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് വീതമാണ് എടുക്കുന്നത്. ഇതുപോലെ 1/2 ഇഞ്ച് വീതം എടുത്തിട്ട് ഒരു ബോക്സ് വരയ്ക്കാണ്. ഓക്കെ, ഇവിടെയാണ് ഹെഡിൻ്റെ പോർഷൻ വരുന്നത്. ഞാൻ ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടാണ് ഹെഡ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് ഈ ഓരോ ഹെഡിനും ഓരോ വാല്യൂ കൊടുക്കാം. 1 2, ആദ്യം മുകളിൽ 0, പിന്നെ 1 2 3 4 5 6 7 8, പിന്നെ 8 കഴിഞ്ഞിട്ട് നമുക്ക് താഴേക്കൊരു 1/2 ഇഞ്ചിൻ്റെ കൂടെ ഒരു പോർഷൻ എടുക്കാനുണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ ഫസ്റ്റത്തെ പോർഷനിൽ നമ്മൾ ഹെഡ് വരച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് ഇനി ഈ ഒരു ഹെഡിൻ്റെ അവിടുന്ന് താഴേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക. അത് അവിടെയാണ് നമുക്ക് ഷോൾഡർ വരച്ചു കൊടുക്കേണ്ടത്. അതായത് ഈ ഒരു പോർഷനിൽ നിന്ന് താഴേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. 1/2 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തു. അവിടെയാണ് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഷോൾഡർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് ടോട്ടൽ 1 ഇഞ്ചാണ് ഒരു സൈഡിലേക്ക് കൊടുക്കുന്നത്. സെൻറ്റർ പോർഷന് ഈ ഒരു ലൈന് സെൻറ്റർ ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് ഈ ഒരു സൈഡിലേക്കും 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. അങ്ങനെ ടോട്ടൽ നമുക്ക് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം വരുന്നത് 1 ഇഞ്ചാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇവിടെ ടോട്ടൽ 1 ഇഞ്ച് ഒരു സൈഡിലേക്ക് ഷോൾഡർ വരുന്നത് 1 ഇഞ്ചാണ് കേട്ടോ. നെക്സ്റ്റ് ഇവിടെ നെക്കിൻ്റെ പോർഷന് മാർക്ക് ചെയ്യണം. നെക്കിൻ്റെ പോർഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഈ ടോട്ടൽ നമ്മളിപ്പോൾ 1 ഇഞ്ച് വരച്ചു കഴിഞ്ഞല്ലോ, അവിടുന്ന് ഒരു 1/4 ഇഞ്ച് എടുക്കാം. 1/4 ഇഞ്ച് ഒരു സൈഡിലേക്കും 1/4 ഇഞ്ച് ഒരു സൈഡിലേക്കും ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇത് നമ്മുടെ ഹെഡിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇനി നമ്മൾ നേരെ പോകേണ്ടത് വേസ്റ്റ് ലൈന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേസ്റ്റ് ലൈന് വരുന്നത് ഇതാ 3 ഹെഡിലാണ്, 3ാമത്തെ ഹെഡിലാണ് വേസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അവിടെ ഒരു സൈഡിലേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക, രണ്ട് സൈഡിലേക്കും 1/2 ഇഞ്ച്, ടോട്ടൽ 1 ഇഞ്ച്. ഒരു സൈഡിൽ വരുന്നത് 1/2 ഇഞ്ച്, 1/2 ഇഞ്ച്. ഓക്കെ, ഇവിടെയാണ് നമുക്ക് വേസ്റ്റ് വരുന്നത്. ഇവിടെ ജസ്റ്റ് മാർക്ക് ചെയ്തിടാം. വേസ്റ്റ് വരുന്നത് ഈ ഒരു ഭാഗത്ത്. ഓക്കെ, ഇനി ഇത് കണക്ട് ചെയ്ത് വരയ്ക്കാൻ നമ്മുടെ ഷോൾഡറും വേസ്റ്റും കണക്ട് ചെയ്ത് വരയ്ക്കാം. ഇതുപോലെ വരച്ച് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്ക് പോകേണ്ടത് ഹിപ്പ് വേണം. അതിൻ്റെ മുന്നായിട്ട് ക്രോച്ച് ലൈന് മാർക്ക് ചെയ്യുക. ക്രോച്ച് ലൈന് നെക്സ്റ്റ് ഹെഡിലാണ് ക്രോച്ച് ലൈൻ കൊടുക്കുന്നത്, അതായത് 4th ഹെഡിൽ. ക്രോച്ച് ലൈന് നമുക്ക് സിലബസ് പ്രകാരം ഒരു 3/4 ഇഞ്ചാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ഒരു എക്സാക്റ്റ് കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ഇഞ്ചിൽ കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ഒരു ഹിപ്പിൻ്റെ കറക്റ്റ് ഷേപ്പ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 1 ഇഞ്ചാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി ഇത് വേസ്റ്റും ഈ ഒരു ഭാഗവും കണക്ട് ചെയ്ത് വരയ്ക്കാം. ഇവിടെയാണ് ക്രോച്ച് ലൈൻ വരുന്നത്. ക്രോച്ച് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാല് സെപ്പറേറ്റ് ചെയ്ത് വരുന്ന ആ ഒരു പോർഷനെയാണ് ക്രോച്ച് ലൈൻ എന്ന് പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ടാണ് കാല് സെപ്പറേറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്
ഹിപ്പിൻ്റെ അളവ് മാർക്ക് ചെയ്യാം. ഹിപ്പിൻ്റെ അളവ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ 4ാമത്തെ ഹെഡിലാണ് നമ്മൾ ക്രോച്ച് ലൈൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. അവിടുന്ന് ഒരു 1/2 ഇഞ്ച് ഒരു 1/4 ഇഞ്ച് മുകളിലേക്ക് ഉയർത്തിയിട്ടാണ്, അതായത് 4ാമത്തെ പോയിന്റിൽ നിന്ന് 1/4 ഇഞ്ച് മുകളിലേക്ക് ഉയർത്തിയാൽ അവിടെ വരുന്നതാണ് എന്ത് ഹിപ്പ് ലൈൻ എന്ന് പറയുന്നത്. 1/4 ഇഞ്ച് മുകളിലേക്ക് ഉയർത്താം. 4ാമത്തെ പോർഷൻ ഇപ്പം നമ്മൾ 4ാമത്തെ ഹെഡ് അതിൽ ക്രോച്ച് ലൈൻ വരച്ചു. നെക്സ്റ്റ് അവിടുന്ന് ഒരു 1/4 ഇഞ്ച് മുകളിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാം, ഹിപ്പ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെയാണ് ഹിപ്പ് ലൈൻ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് 6ാമത്തെ ഹെഡ് എടുക്കുക. 6ാമത്തെ ഹെഡിന്ന് മുകളിലേക്ക് 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യാം. 6ാമത്തെ ഹെഡിൽ മുകളിലേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഓക്കെ, അവിടെയാണ് നീയുടെ അളവ് വരുന്നത്. അതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും അവിടെ മാർക്ക് ഇടുന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഈ ഒരു പോർഷനിലേക്ക് പോവാം. അതായത് ആംഗിളിൻ്റെ അളവ് കൊടുക്കാൻ വേണ്ടിയിട്ട് 8ാമത്തെ പോയിന്റിൽ നിന്ന് 8ാമത്തെ ഹെഡിൽ നിന്ന് മുകളിലേക്കൊരു 1/2 ഇഞ്ച് മുകളിലേക്ക് എടുക്കുക. പിന്നെ 1/2 ഇഞ്ച് മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ആംഗിളിൻ്റെ ലെവലാണ് വരിക. അവിടുന്ന് ഒരു ഫൂട്ടിന് വേണ്ടിയിട്ട് 8ാമത്തെ ഹെഡിൽ നിന്ന് 1/2 ഇഞ്ച് താഴേക്ക് ഫൂട്ടിന് വേണ്ടിയിട്ട് താഴേക്ക് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് എന്താ ചെയ്യുക, 8ാമത്തെ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തെടുത്തു. പിന്നെ താഴേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. ക്ലിയർ ആണല്ലോ. ഇവിടെ മുകളിലേക്ക് മാർക്ക് ചെയ്ത അവിടെ ആംഗിളിൻ്റെ ലെവലാണ് വരുന്നത്. അവിടെ ഒരു സൈഡിലേക്ക് 1/4 ഇഞ്ച് വീതമാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. 1/4 ഇഞ്ച് ഒരു സൈഡിലേക്ക് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് ഈ ഒരു പോർഷനിൽ, അതായത് ഫൂട്ടിൻ്റെ ഭാഗത്ത് ഒരു സൈഡിലേക്ക് ടോട്ടൽ വരുന്നത് 1/2 ഇഞ്ച് കൊടുക്കാം. 1/2 ഇഞ്ച് ഒരു സൈഡിലേക്ക് 1/2 ഇഞ്ച്. ഓക്കെ, ഇത് കണക്ട് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഈ ആംഗിളിന് ക്രോച്ച് ലൈന് കണക്ട് ചെയ്തെടുക്കാം. ഇത്രയും അളവുകളാണ് മെയിനായിട്ട് വരുന്നത്. ഇനി നീൻ്റെ ആ ഒരു പോർഷന് ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ലെവലിലാണ് നമ്മൾ ഫ്ലഷ് ഫിഗർ വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു പോർഷനിലാണ് നീൻ്റെ മെഷർമെൻറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ അതവിടെ ജസ്റ്റ് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇവിടെ നീ ലെവല്. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു ആംഗിളാണ് വരുന്നത്. നെക്സ്റ്റ് ഇവിടെ ഫുട്ട്. ഓക്കെ, ഇനി നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗം മാർക്ക് ചെയ്യണം. രണ്ടാമത്തെ പോയിന്റിൽ, അതായത് 2ാമത്തെ ഹെഡിലാണ് ചെസ്റ്റിന്റെ ലെവൽ വരുന്നത്. ഇവിടെ ബസ്റ്റ് പോയിന്റ് ഇവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്. ബസ്റ്റ് പോയിന്റ് 2ാമത്തെ ഹെഡിലാണ് ബസ്റ്റ് പോയിന്റ് വരുന്നത്. നെക്സ്റ്റ് അവിടുന്ന് താഴേക്ക് 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് ബസ്റ്റ് ലൈന് കൊടുക്കേണ്ടത്. ബസ്റ്റ് ലൈന് 2ാമത്തെ ഹെഡിന്ന് താഴേക്ക് 1/4 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യാം. അങ്ങനെ കൊടുത്താൽ അവിടെ നമുക്ക് ബസ്റ്റ് ലൈനാണ് അവിടെ മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഇത് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇപ്പോൾ ഹെഡ്, നമ്മളെ ബോഡി, ലെഗ്സ്, ഇത്രയും കാര്യങ്ങളായി. ഇനി ഇവിടെ കൈയിൻ്റെ ഭാഗം മാർക്ക് ചെയ്തെടുക്കണം. കൈയിൻ്റെ ഭാഗം വരുന്നത് എൽബോ വരെ വരുന്നത്
ഇവിടുന്ന് ഷോൾഡർ മുതൽ ഈ ഒരു വേസ്റ്റ് വരെയുള്ള അളവ്, അതായത് 3 ഹെഡ് വരെ വരുന്ന ആ ഒരു പോർഷനിലാണ് ഹെഡിന്റെ ഈ ഹാൻഡിന്റെ എൽബോ വരെയുള്ള അളവ് വരുന്നത്. ഏതാണ് വേസ്റ്റ് വരെയുള്ള ആ ഒരു ലെവല്, അവിടെ എൽബോ വരും. നെക്സ്റ്റ് അവിടുന്ന് കഴിഞ്ഞിട്ട് ഒരു 1.25 ഇഞ്ച് താഴേക്കെടുക്കുക. 1.25 ഇഞ്ച് താഴേക്കെടുക്കുക. അവിടെയാണ് റിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ എൽബോ ആണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ഇവിടെ റിസ്റ്റ്. നെക്സ്റ്റ് കൈയിൻ്റെ അളവ് വരുന്നത് ടോട്ടല് 1 ഇഞ്ചാണ് വരുന്നത്. ഓക്കെ, നമ്മൾ കൈയിൻ്റെ ഈ ഒരു ആമിൻ്റെ പോർഷന് ടോട്ടൽ വരുന്നത് 1 ഇഞ്ച്. നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1/2 ഇഞ്ചും പിന്നെ ഇവിടെ 1/4 ഇഞ്ച്, ഇവിടെ 1/4 ഇഞ്ച്, അങ്ങനെ ടോട്ടൽ 1 ഇഞ്ചാണ് കൈയിൻ്റെ അളവ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ്. ഇനി ഇതിൻ്റെ ഫ്ലഷ് ഫിഗർ, അതായത് ഇതിപ്പോൾ നമ്മൾക്ക് ബ്ലോക്ക് ഫിഗർ ആണ് വരച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു മെഷർമെൻറ്റ് യൂസ് ചെയ്തിട്ട് ഇതിപ്പോൾ ഫസ്റ്റ് കേൾക്കുമ്പോൾ നമുക്ക് കോംപ്ലിക്കേഷൻ ആയിട്ട് തോന്നും, പക്ഷേ ഈസിയാണ് വരച്ചെടുക്കാൻ. ഈ മെഷർമെൻറ്റ്സ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഹ്യൂമൻ ബോഡി ഫ്ലഷ് ഫിഗർ ഫ്ലഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഫ്ലഷ് ചെയ്തെടുക്കുന്നത്, ഈ ഒരു ബ്ലോക്ക് ഫിഗറിന് എങ്ങനെയാണ് ഫ്ലഷ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നാളത്തെ ലൈവിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഹെൽപ്പായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ലൈവായിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.